വികസന സ്വപ്നങ്ങൾക്ക് വേഗം കൂട്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അവസാനഘട്ട നിർമ്മാണങ്ങൾക്ക് തുടക്കമായി. 2028 ഡിസംബറിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന വിഴിഞ്ഞം തുറമുഖം സുവർണ്ണ ലിപികളിൽ എഴുതിക്കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിയുടെ ശില്പി ഉമ്മൻചാണ്ടിയാണെന്നും നടത്തിപ്പിൽ കാലതാമസമുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. Shri Pinarayi Vijayan has switched on the piling works for capacity augmentation. 4 ഘട്ടമായി പൂർത്തിയാക്കാൻ ആലോചിച്ച പദ്ധതിയാണ് ഒറ്റഘട്ടമായി ഒരുങ്ങുന്നത്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെ വിഴിഞ്ഞം വിസ്മയമായി മാറിക്കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം മാറുകയാണ് എന്ന സന്ദേശമാണ് ലോകത്തിന് വിഴിഞ്ഞത്തിലൂടെ നൽകാനുള്ളതെന്നും ഇനിയും ജനങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നെന്നും മുഖ്യമന്ത്രി. ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത്. ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം വിസ്മയമായി മാറിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനുകളിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് ഇത്തവണ പരിപാടിയിൽ പങ്കെടുത്തു. പദ്ധതിയുടെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്നും ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. നമ്മുടെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം തുറമുഖം 990 മുതൽ. അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത ഇതിൻ്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. നമുക്കറിയാം 2014 ആരംഭിച്ച ഈ പദ്ധതി നമുക്ക് 2019 ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ഒന്നാം ഘട്ടം 5 വർഷം വൈകി 2024 നമ്മൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മിപ്പിച്ച കരൺ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകളെ പ്രശംസിച്ചു. 2 മദർഷിപ്പ് ഉൾക്കൊള്ളുന്ന 800 മീറ്റർ ബർത്തിൽ നിന്ന് 5 മദർഷിപ്പ് ഉൾക്കൊള്ളുന്ന 2000 മീറ്റർ ബർത്ത്, 4 കിലോമീറ്റർ പുലിമുട്ട്, പ്രതിവർഷം 55 ലക്ഷം TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാവുന്ന ശേഷി എന്നിവയാണ് 2ാം ഘട്ട നിർമ്മാണത്തിന്റെ സവിശേഷത. റോഡ് വഴിയുള്ള ചരക്ക് നീക്കം തുടങ്ങാൻ ഉദ്ഘാടനവും നടന്നു. മീഡിയ 1 തിരുവനന്തപുരം.